അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 31-ാം തീയതി, ഈ മാസത്തിലെ അവസാനത്തെ വിശുദ്ധ ദിവസം. നമുക്ക് പുതിയ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുവരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കാലങ്ങളും സമയങ്ങളും എത്ര അതിവേഗമാണ് നമ്മെ വിട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാം നമ്മുടെ നിത്യതയോട് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നവരും നാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പാപം എന്താണെന്ന് മനസ്സിലാക്കുവാനും പാപം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. കാരണം പാപം എന്താണെന്ന് ദൈവകൽപ്പനകൾ നിർവചിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത മനയുടെ ചിന്താവിഷയം മാനസാന്തരപ്പെടുത്തുന്ന കൽപ്പലക എന്നുള്ളതാണ്. ഇതാണ് ചിന്താവിഷയം, മാനസാന്തരപ്പെടുത്തുന്ന കൽപ്പലക എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത വായിക്കുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാൾ വരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ന്യായപ്രമാണം പാപമാണോ? ഒരു നാൾ വരുത്, എങ്കിലും ന്യായപ്രമാണത്താലല്ല ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു. കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ കൊലപാതകത്തെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പാപം എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. പാപത്തിൻ്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു പാപിക്ക് പാപം എന്താണെന്ന് മനസ്സിലാക്കി അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ അമൂല്യ സമ്പത്തായി നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. നമുക്കറിയാം, 2 കൽപ്പലകകളിലായിട്ടാണ് ദൈവം തന്നെ കൽപ്പനകളെ എഴുതി തന്നത്. ഒരു കൽപ്പലകയിൽ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന 4 കൽപ്പനകൾ. അടുത്ത കൽപ്പലകയിൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ബാക്കി 6 കൽപ്പനകൾ. അങ്ങനെ 2 കൽപ്പനകളായിട്ട് തന്ന ഈ 10 കൽപ്പനകൾ പാപം എന്താണെന്ന് നിർവചിക്കുമ്പോൾ പാപം വിട്ട് ജീവിക്കുവാൻ ഇത് നമുക്ക് സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, 10 കൽപ്പനകൾക്ക് ആരെയും രക്ഷിക്കുവാനുള്ള കഴിവ് ഇല്ല. എന്നാൽ 10 കൽപ്പനകൾ പാപം എന്താണെന്ന് നിർവചിക്കുമ്പോൾ പാപം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അത് നമ്മെ സഹായിക്കും. എന്നാൽ നമുക്ക് പാപം ക്ഷമിക്കുവാനുള്ള കഴിവ് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ട്. നാം ഒരു ദിവസം രാവിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖം ചിലപ്പോൾ അഴുക്കിയിരിക്കുന്നു. ആ മുഖത്തെ അഴുക്ക് കഴുകിക്കളയുവാൻ കണ്ണാടിക്ക് സാധ്യമോ? സാധ്യമല്ല. അതുപോലെ ദൈവത്തിൻ്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തിന് നമ്മുടെ പാപമാകുന്ന അഴുക്കിനെ കഴുകുവാനുള്ള കഴിവില്ല. എന്നാൽ പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ കൽപ്പനകൾക്ക് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ പാപം മോചിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പാപക്ഷമ നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകലിലൂടെയാണ്. എന്നാൽ പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളാണ്. അതുകൊണ്ട് ഈ നല്ല പ്രഭാതം ദൈവത്തിൻ്റെ 10 കൽപ്പനകളുടെ പ്രാധാന്യം മനസ്സിലാക്കും. ആ കൽപ്പനകളിലൂടെ പാപം എന്താണെന്ന് നിർവചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ കൽപ്പനയാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പരിശോധിക്കുവാൻ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ
വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവുമായി വിടുവിപ്പാൻ സർവശക്തനാണ്. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അതായത് ചെന്നൈയിൽ നിന്നുമുള്ള ജീൻ റോയിയുടെ ജന്മദിനമാണ്. ആ പ്രിയ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥന. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സുക്രിസ്ത പിതാവ്, വിശുദ്ധ ദിവസത്തിന് നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മാനസാന്തരപ്പെടുത്തുന്ന കൽപ്പലക എന്നുള്ള വിഷയം ചിന്തിക്കുവാനിടയായല്ലോ. അവിടുത്തെ 10 കൽപ്പനകളാണ് പാപം എന്താണെന്ന് നിർവചിക്കുന്നത് എന്നടികളെ കേൾപ്പിച്ചല്ലോ. ആ കൽപ്പനകളുടെ വെളിച്ചത്തിൽ അടികളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനും പാപം വിട്ട് ജീവിക്കുവാനുമുള്ള കൃപ കർത്താവ് നൽകണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ. ഭാരങ്ങളിൽ കർത്താവ് വിടുതൽ കൊടുക്കണമേ. കടബാധ്യതകൾ, മാനസിക സംഘർഷങ്ങൾ, മറ്റ് പലവിധമായ ആവശ്യങ്ങളിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തന്നെ കാണിക്കണം. ജന്മദിനമുള്ള പ്രിയ ജീൻ റോയിയെ ഓർത്ത് പ്രാർത്ഥന. പുതിയ വർഷം പ്രിയ മകന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കും. ഇന്നത്തെ വിശുദ്ധ ദിവസങ്ങൾക്ക് കർത്താവ് ഏറ്റവും നല്ലൊരു ദിവസമാക്കി കർത്താവ് തരും. യേശു ക്രിസ്തുവിന്റെ തിരുമുള്ള നാമത്തിൽ ഏറ്റവും നന്മയായിട്ട് സ്ത്രീകളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന പിതാവേ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ മകൽക്കാലം കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഇടയാകട്ടെ. ദൈവമായ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.